ഞങ്ങൾ പഠിച്ച സ്കൂള് സെന്റ് മേരീസ് ഇവിടെ വെച്ചാണ് 7-5-15 ഞങ്ങൾ ഇഷ്ടത്തിലാകും. എന്തോ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിനും അങ്ങനെ റിലേഷൻഷിപ്പും പോകത്തില്ല. വിവാഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ എത്ര ബഡ്ജറ്റായി? ബഡ്ജറ്റിൽ ക്ഷീണം വരുന്നത് ഫുള്ള് പേടിച്ച് കറങ്ങും. ഞങ്ങൾ തിരികെ അങ്ങോട്ട് ഇത് കടലല്ല, ഇത് പൊന്മുടിയാണ്. ഞാൻ അപ്പൊ കൊച്ചു പയ്യന്മാരൊക്കെ താണ്ട കല്യാണം കഴിക്കണം. പാസിക്കന്നെ കണ്ട് 2-3 വയസ്സ് മൂത്തതാണ്. കല്യാണം നിങ്ങൾ എങ്ങനെയായിരിക്കും? അതായത് ഞങ്ങളെ ഇവരെ എന്റെ വീട്ടുകാരെ കാട്ടി എതിർപ്പ് നാട്ടുകാരെന്ത് ഈ കണ്ടന്റുകളുടെ വിമർശനങ്ങൾ അതിപ്പോ നിങ്ങൾ ഫോക്കസ് ചെയ്യാറുണ്ടോ? ഞങ്ങൾ നോക്കുക, ഞാൻ ചിരിക്കും. ജീവനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങളുമായി ഒരു പുതുമണവാളനും പുതുമണവാട്ടിയുമാണ് ആദർശും വർഷയും. സ്വാഗതം, നമസ്കാരം. അപ്പം അങ്ങനെ 10 വർഷത്തെ സ്നേഹം, ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സാഫല്യം അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് അല്ലെ, കാണുന്നത്. ആ ഒരു ജേണി എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. കുറേയധികം കടമകളൊക്കെ കടന്നാണ് ഇപ്പോൾ ഭാര്യ ഭർത്താവ് എന്ന പുതിയൊരു പോസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് കല്യാണ വിശേഷങ്ങളൊക്കെ? കല്യാണ വിശേഷം വളരെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നല്ല രീതിയിൽ കല്യാണം നടന്നു. അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇപ്പം ഒരാഴ്ച പോലും ആയിട്ടില്ല. സന്തോഷമായിട്ട് പോകണം. അതെ, നേരെ അങ്ങ് പിടിച്ചെടുത്തേക്കാണ്. കാരണം പിന്നെ അവരെ വേറെ പരിപാടികൾക്കൊന്നും വിട്ടില്ല. വിരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ തകൃതിയെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതിനിടയിലാണ് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷെ എങ്ങനെയുണ്ട് ഭാര്യ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് മാറിയപ്പോ? സുഖം, ഒരു പരിപാടി നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് എല്ലാവരും ഞാൻ കല്യാണ സമയത്ത് പറയുമായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യം പാടായിരിക്കും എന്നൊക്കെ. പക്ഷെ 3 ദിവസമായിട്ട് കുഴപ്പമില്ലല്ലേ. നമ്മള് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് സംസാരിക്കും, ആദർശം നന്നായിട്ട് സംസാരിക്കും. അപ്പൊ നമ്മളിൽ നല്ല കമ്മ്യൂണിക്കേഷൻ വരും. 4 ദിവസം കൊണ്ട് സേഫാണ്. ഇനി പ്രത്യേകിച്ച് ഒരു പരിചയം ഒരു കുറവില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും തോന്നുന്നല്ലേ. അപ്പൊ ഈ കല്യാണത്തിന്റെ വിശേഷങ്ങൾ എനിക്ക് തോന്നുന്നു ആദ്യം വർഷയിലേക്ക് തന്നെ എത്താം. കാരണം വെച്ചാൽ പുതുമണവാട്ടിനെയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഹൈലൈറ്റ് ആയി നിന്നത്. മെഹന്തി മുതൽ ഡ്രസ്സിങ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു, ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ അതിന്റെ പിന്നിലെ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങ് പറയാം. രഹസ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 മാസം മുമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ആദർശിൻ്റെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ആ ഒരു കല്യാണം നടത്തിയുള്ള പരിചയം അങ്ങനെ ഇല്ല. അപ്പോഴത്തേനും ഞങ്ങൾ ഒരുപാട് ഭയങ്കരമായിട്ട് കുറച്ചധികം കാലം കഷ്ടപ്പെട്ടു. എന്താണ് ഇതിൻ്റെ സംഭവം അങ്ങനെ ചോദിച്ച് ഞങ്ങൾ ഏകദേശം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടായിരുന്നു. കാരണം കല്യാണ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പിന്നെ ഒരു കൺഫ്യൂഷനായിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദേവദൂതനൊപ്പം ചൈതന്യ ചേച്ചി രണ്ടുപേരും. അതായത് ഞങ്ങളെ കല്യാണം ശരിക്കും ഇപ്പം എനിക്ക് ചേണ്ട കല്യാണം നടത്തി ശീലമുണ്ടെന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ വലുതായിട്ടില്ലെങ്കിലും ചേണ്ട കല്യാണം ആയതുകൊണ്ട് ഓടി നടന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഇത് വന്നിട്ട് നമ്മളെ കയ്യിൽ നിൽക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 6-7 മാസം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്തു. ഡ്രസ്സ് ഇങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, ഇവൻറ്റ് കാര്യം ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഇല്ല. കാരണം ചേട്ടനും ഉണ്ട്, ചേട്ടൻ്റെ വൈഫുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ജോലിയുള്ള ആൾക്കാരാണ്. ഞങ്ങളെപ്പോലല്ല, പണിയെടുക്കുന്ന ആൾക്കാർ. ഇവർ ഈ ജോലിയും കാര്യങ്ങളെല്ലാം പോയിട്ട് ഇവർക്കും ഗ്യാപ്പ് കിട്ടണല്ലോ നമ്മളോട് ഇതാവാൻ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഫംഗ്ഷൻ സാധാരണ ഈ ഹൽദി എന്ന് പറഞ്ഞ സാധനം കല്യാണത്തിന് ഒരു 2-3 ദിവസം മുമ്പായിട്ട്. ഞങ്ങളുടെ ഹൽദി കല്യാണത്തിന് 2 ആഴ്ച മുന്നേ ഞങ്ങൾ ആദ്യം ഹൽദി കഴുകിയിട്ടാണ് ഇവളുടെ ബ്രൈറ്റ് ടു ബിയിലോട്ടൊക്കെ പോയത്. അപ്പൊ ഹൽദി ശരിക്കും പറഞ്ഞാൽ ഇവന്റെ എല്ലാം പൊളിയായിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഹൽദി പാളി എന്ന് തന്നെ പറയുന്നത്. പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധാരണ ഹൽദിക്ക് മറ്റേ നന്നായിട്ട് പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ, സമയമില്ല, കല്യാണം ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇതായപ്പോഴത്തേക്കും ഏകദേശം ഹൽദി വീഡിയോസും വൈറലായി, എല്ലാ ഫോട്ടോസ് എല്ലാം ഭയങ്കര വൈറലായി. പക്ഷേ നമ്മൾക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഞങ്ങളുടെ ഇപ്പോൾ ഇവളുടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ചൈതന്യം എന്ന് പറഞ്ഞ ചൈതന്യ ചേച്ചി നമ്മുടെ ഒരു ക്യാമറ പരിപാടി ചെയ്യണം അജീഷ് എന്നുള്ള. ഇവർ രണ്ടുപേരും കൂടെ പറയടാ ഇനി നിങ്ങൾ ഇടപെടണ്ട, ബാക്കി കാര്യം ഞങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട് 2 ആഴ്ച ഇവരെ ഓട്ടം. ഇവരും പിന്നെ എൻ്റെ ചേട്ടൻ ആകാശം, ആതിര ചേച്ചി, ഇപ്പൊ ഇവര് 4 പേരും കൂടെ നിന്നാണ് ഇത് ഫുള്ളി കളറാക്കിയത്. പിന്നെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ബ്രൈറ്റ് ടു ബി ഡ്രസ് മുതൽ എല്ലാ A to Z കാര്യങ്ങളും ചൈതന്യ ചേച്ചിയുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് A to Z കാര്യങ്ങൾ ഞങ്ങൾ ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഹൽദിയാണ് ഏറ്റവും കൂടുതൽ വൈറലായതല്ലേ? അതെ, മെഹന്തി. മെഹന്തിയുടെ അതിന്റെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ജീവിതം തന്നെയാണോ മെഹന്തിയിൽ വരച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു തീമിലേക്ക് എത്തിയത്? എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഹെന്ന ബൈ നിസ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻഗേജ്മെന്റ് ചെയ്തത് അതേ കുട്ടിയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ ആ എൻഗേജ്മെന്റിന് തന്നെ എനിക്ക് ഇങ്ങനെ ഇരുന്ന് എനിക്ക് വയ്യ വെച്ചാൽ കുറേ നേരം ഇങ്ങനെ അനങ്ങാതിരിക്കണം, ഇങ്ങനെ വിരിക്കുന്ന ആളാണ്. അപ്പോൾ അന്നേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ അവളോട് പറഞ്ഞു
പറഞ്ഞിരുന്നത് എടി സിമ്പിളായിട്ട് ഒരു 2 മണിക്കൂർ തീർക്കുന്ന എന്തെങ്കിലും ഡിസൈൻ മതി എന്ന് പറയും. അപ്പോൾ അവളൊരു എന്നിട്ട് അവൾ കുറേയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ വീട്ടിൽ വന്നിരുന്നിട്ട് അവൾ പറഞ്ഞ് ചേച്ചി ഏതാ ഇടണ്ടേന്ന് ചോദിച്ചു. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഏതെങ്കിലും സിമ്പിൾ ഇട്ടിട്ട് നീ പൊക്കോന്ന്. ആ സമയത്ത് ചൈതന്യ ചേച്ചി വന്നിട്ട് എന്തോ സിമ്പിള് മര്യാദയ്ക്ക് നീ എന്തായാലും ഒക്കെ വന്ന് അപ്പോൾ പിന്നെ നന്നായിട്ടുള്ളൊരു എന്താ പറയുക ഒരു അത്യാവശ്യം നല്ല വർക്കുള്ളൊരു സാധനം ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ എന്ത് വർക്ക് ചെയ്യണം അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോന്നിട്ട് ചോദിച്ചപ്പോൾ ചൈതന്യ ചേച്ചി പറഞ്ഞു ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ട്, അവരുടെ ലവ് സ്റ്റോറിയൊക്കെ ഇങ്ങനെ കൊത്തിവെക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോഴെൻ്റെ തലയിൽ കൂടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ വെക്കും, ഞങ്ങൾക്കാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇതായിട്ടില്ല. അപ്പോഴത്തേനും എങ്ങനെ അത് ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ആ കൊച്ചിനെ സമ്മതിച്ചാൽ മതിയാവും. ഇത് എങ്ങനെ ഇത് ഒറ്റ നോട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് ഞങ്ങൾ പഠിച്ച സ്കൂൾ സെന്റ് മേരീസ് ഇവിടെ വെച്ചാണ് 7-5-15 ഞങ്ങൾ അഡ്മിഷൻ. അല്ല ഇവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മുമ്പ് പഠിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുപാട് മെമ്മറീസ് ഉള്ള എനിക്ക് ആദർശം സെപ്പറേറ്റ് മെമ്മറീസും ഒരുമിച്ചുള്ള മെമ്മറീസും ഉള്ള ഒരു സ്ഥലമാണ് സെന്റ് മേരീസ്. അതിനുശേഷം ഞങ്ങൾ കലോത്സവത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കലോത്സവത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു എന്റെ ചോദ്യങ്ങളൊക്കെ കഥയിലൂടെ അങ്ങ് പോവുകയാണ്. അതെ. അപ്പോൾ ആ കലോത്സവത്തിൽ ഞങ്ങൾ എന്താ പറയുക മീറ്റ് ചെയ്ത് സംസാരിച്ച് ഭയങ്കര അപ്പോഴാണ് അതിനൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം സത്യം പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സെറ്റാകുന്നത് 7-5-15 ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞത്. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ MG കോളേജ് ഞങ്ങൾ അവിടെ പഠിച്ചു, ലാലേട്ടൻ്റെ MG കോളേജ്. അവിടെ ഒരു 3 വർഷം അടിപൊളിയായിരുന്നല്ലേ. അത് അവിടുത്തെ മെമ്മറീസ്. അതിനുശേഷം ഇപ്പുറത്തോട്ട് വരണം. പിന്നീടാണ് ഞങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിയത്. ഞങ്ങൾ ഓൾറെഡി ടിക്ടോക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ക്യൂട്ടടി പരിപാടികളുണ്ടെങ്കിലും ഇതിലോട്ട് ഇറങ്ങിയത് ഇതിന് ശേഷം ഒരു 2021-22 രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയപ്പോഴാണ് അതിനൊരു പച്ച വന്നത്. അങ്ങനെ സോഷ്യൽ മീഡിയ ഐക്കൺസ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഞാനും ആദർശം കൂടെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് ഫെയ്ഡായി പോയി, പക്ഷെ ഇതാണ് സംഭവം. അതിനുശേഷം ഞങ്ങളുടെ ഞങ്ങൾ പിന്നെ കറങ്ങാനൊക്കെ പോയി 10 വർഷവും പേടിച്ച് കറങ്ങാൻ. ഇത് കടലല്ല, ഇത് പൊന്മുടിയാണ് ഞാൻ അല്ലേ. എന്തായാലും പ്രകൃതി. അപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഡേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാഞ്ഞു. എൻഗേജ്മെന്റ് ഡേറ്റ്, പിന്നെ അതിനുശേഷം കല്യാണത്തിന്റെ ഡേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പേര് 2 പേരും വെച്ചിട്ട് ഒരു ലോഗോ. അപ്പൊ ആദർശം എന്താണ് തിരിച്ചൊരു വെറൈറ്റി ആയിട്ട് ചെയ്തത്? ഈ 10 വർഷം എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ചിലപ്പം നമ്മുടെയൊക്കെ ഈ ഒരു ജനറേഷൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ തുടക്കത്തിൽ അത് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാലോ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് തന്നെ കമന്റ്സുകൾ വന്നിട്ടുണ്ടാകും, അത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സുകൾ കൂടുതലായി വരുന്നൊരു സമയമുണ്ടാകും. ഈ 10 വർഷത്തെ ജേണി അത് നിങ്ങൾ ആദ്യമേ ഈ ഒരു വിവാഹം എന്നതിലേക്ക് എത്താൻ വേണ്ടിയുള്ളൊരു യാത്ര തന്നെയായിരുന്നു? വീട്ടുകാരുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഇതൊന്ന് മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തോ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിനും അങ്ങനെ റിലേഷൻഷിപ്പും പോകത്തില്ല. എപ്പോഴും ഇങ്ങനെ അടിയും വഴക്കും കാര്യങ്ങളും പ്രശ്നങ്ങളും അവൻ്റെ ഭാഗത്തും തെറ്റുണ്ടാവും, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചിട്ടായിരിക്കും ഒരു റിലേഷൻഷിപ്പ് പോണത്. പിന്നെ നമ്മൾ അതിലോട്ട് എത്തുക എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അതിലോട്ട് എത്തണം, പിന്നെ എത്തിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇതിനെ കെട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അതുകൊണ്ട് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അപ്പം ശരിക്കും ഇത് തന്നെയാണ്. എന്നെ സംബന്ധിച്ച് സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേ നമ്മള് എന്താ പറയാനുള്ള കുറെ ആൾക്കാരെ കാണുമെങ്കിലും നമ്മള് ഒരാളെ കാണുമ്പോൾ കല്യാണം കഴിക്കണം എന്നൊരാളുടെ തോന്നുന്നു. അതെനിക്ക് തീരുമാനിച്ച് കേട്ടണം. കാരണം വലിയ ശല്യം ഇല്ല. പിന്നെ എനിക്ക് ഉള്ള ഒരു ചെറിയ ശല്യം എന്ന് പറഞ്ഞാൽ കൂടെ തീറ്റിയിട്ട് കൊടുക്കണം. അത് മാത്രമേ ഉള്ളൂ. വേറെ എനിക്ക് വലിയ പ്രശ്നമൊന്നായിട്ട് തോന്നിയിട്ടില്ല. ആണെങ്കിൽ അത് ശരിക്കും ഇപ്പം ആദർശം ഇപ്പം എന്തായാലും ആ വർഷയിൽ ആ ഒരു ചേഞ്ച് വന്നു തുടങ്ങിയിരിക്കുകയാണ്. കാരണം ആദർശന്റെ ഒരു എന്താ പറയുക മാനറിസം ഒക്കെ, അതായത് സംസാരത്തിലൊക്കെ നമ്മളിപ്പം മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ഇന്റർവ്യൂലൊക്കെ വർഷേനെ സംസാരിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മളായിരുന്നു. പക്ഷെ ഇപ്പം നേരെ തിരിച്ചു വരാൻ തുടങ്ങി അല്ലേ? സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവളിങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എവിടെ പോയാലും സംസാരിക്കില്ല, ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കും. ഇപ്പം അല്ലാതെ ആൾക്കാർ വന്ന് സംസാരിച്ചാൽ തന്നെ ഹലോ എന്നുള്ള മാത്രമാണ്. പക്ഷെ ഇപ്പം എന്നെക്കാട്ടി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്റെ നല്ല സ്വഭാവം, എന്റെ നല്ല ഇതൊക്കെയാണ് അങ്ങോട്ട് കിട്ടിയല്ലേ. അതുപോലെ ആദർശിന്റെ സംസാരം എനിക്ക് കിട്ടി. ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ പ്ലാനിങ് കാര്യങ്ങളായിരുന്നു. എത്ര ബഡ്ജറ്റായി കല്യാണം? ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമ്മൾ ഈ ബഡ്ജറ്റിന്റെ കാര്യം, ഈ കേന്ദ്ര സർക്കാരൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോഴേ
അതിലൊരു 4 പേർക്ക് ഭയങ്കര വിഷമം കാണും. ഇത്രയും കുറയ്ക്കേണ്ട കാര്യമുണ്ട്, ഇത്രയും കൂട്ടേണ്ട കാര്യമുണ്ടെന്ന് പറയുമ്പോൾ പോലത്തെ ഒരു സംഭവമാണ്. ബഡ്ജറ്റ് ഏകദേശം ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും നല്ല രീതിയിൽ കൂടി എന്ന് തന്നെ പറയാം. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും നല്ല രീതിയിൽ കുറഞ്ഞു. സാധാരണ എല്ലാ വട്ടവും ഈ കല്യാണം നടത്തുമ്പം ബ്രൈഡിന്റെ വീട്ടുകാർക്ക് റേറ്റ് കൂടുതലും പയ്യന്റെ വീട്ടുകാർക്ക് റേറ്റ് കുറവാണ്. ഒരിക്കലും അല്ല, തിരികെ ഇത് തിരികെ. പക്ഷേ കൊള്ളാം, രസമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം, അവസാനമായിട്ട് നടക്കുന്ന ഒരു സാധനമുള്ള കല്യാണം. ആക്ച്വലി സാധാരണ നടക്കുന്ന കല്യാണത്തിനേക്കാളും നല്ല കുറവാണ് നമ്മുടെ, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നല്ല കൂടുതലായിട്ട് ഇത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഇവൻ്റെവരായിരുന്നാലും ഇവൻ്റെവരൊക്കെ മാക്സിമം നമുക്ക് റേറ്റ് കുറച്ചാണ് എല്ലാം ചെയ്തത്. എന്നാലും ഓരോരുത്തരും ഓരോ ഇപ്പം പൂവ്, ഡെക്കറേഷൻ, ഫുഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ന റേറ്റ് എന്ന് പറയുന്ന നേരത്ത് ഓരോ കാര്യത്തിൻ്റെ റേറ്റ് പറയുമ്പോൾ ഞാൻ ഓക്കെ ചേട്ടാ തരാം എന്നേ പറയുള്ളൂ. ഇവർ ഞാൻ പറയില്ലേ കൂടെ 2 പേരുണ്ട്, ഇവർ പറയും എടാ ഇത്രയല്ല നമുക്ക് സംസാരിക്കാം, കുറച്ചുകൂടെ സംസാരിച്ചാൽ അവർ കുറയ്ക്കും എന്ന് പറയും. അങ്ങനെ കുറച്ച് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. ഞങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങി നല്ലൊരു ഫംഗ്ഷനായിട്ട്, അതായത് നല്ല പ്രീമിയം ലെവലിൽ ഞങ്ങൾക്ക് ഇവന്റുകാരും ചെയ്തു തന്നു, ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം കൊണ്ടും നല്ല രീതിയിലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരും കവർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങളെ ആളുകൾ കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങി അല്ലേ? കാരണം വെച്ചാൽ നിങ്ങളുടെ എല്ലാ ഫംഗ്ഷൻസും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലും എല്ലാവരും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഫോൺ നോക്കിയിട്ടില്ല. അതായത് കല്യാണം കഴിഞ്ഞിട്ട് കാറിൽ വീട്ടിലോട്ട് പറഞ്ഞ വഴിക്ക് ഞാൻ ചുമ്മാ ഇതൊക്കെ നമ്മൾ ഫോട്ടോ അപ്പോഴേ കിട്ടി. ഞാൻ വിചാരിച്ചു കൈയോടെ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാം ക്യാപ്ഷനെല്ലാം കൊടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് വൈകിട്ട് ഇവൻ്റ് എല്ലാം കഴിഞ്ഞ് ഏകദേശം നമ്മളൊരു 8:30, 9:30, 10 മണിയായി ഞങ്ങൾ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. 5:30 തുടങ്ങിയ ഫോട്ടോ സെക്ഷൻ 10 മണി വരെ ഉണ്ടായിരുന്നു. നിന്ന് പ്രാന്തായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ താഴോട്ട് എന്നിട്ട് ഞാൻ ഇവൻ്റെ അടുത്താണ് ആദ്യം ചോദിച്ചത്, ചേട്ടാ ഫുഡെല്ലാം ഓക്കെയാണ് ചേട്ടാ, എങ്ങനെയുണ്ട് റെസ്പോൺസ്? ഓക്കെ അല്ലേ ബ്രോ? എൻ്റെ വൈഫ് ചുമ്മാ നിങ്ങളെ വീഡിയോസ് അയച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ വീഡിയോസാണ്, അതായത് സോഷ്യൽ മീഡിയ ഫുള്ള് നിങ്ങളെ വീഡിയോസാണ്. പിന്നീടാണ് എല്ലാവരും എനിക്ക് തോന്നുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്നെ മടുപ്പായി കാണും. രാവിലെ തൊട്ട് എൻ്റെ കല്യാണം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പെണ്ണ് കിട്ടാത്ത ആൾക്കാർക്ക് ഭയങ്കര സങ്കടമായി കാണും. അതിലൊരാളാണ് നമ്മുടെ വെഞ്ഞാറമൂടുള്ള വിഷ്ണു പാസി. പാസി 2 വട്ടം എൻ്റെ കല്യാണത്തിന് ഇത്രയും ക്രൗഡ് വിഷ്ണു പാസി. അതായത് കല്യാണം വിളിക്കാൻ ഞങ്ങൾ വിഷ്ണു പാസിയുടെ വീട്ടിൽ പോയി. വിഷ്ണു പാസി അമ്മയും ഇവർ 2 നല്ല കോമ്പാണ്, നല്ല രസമാണ്. അപ്പം ഞങ്ങളെ ഫേവറേറ്റ് ഞങ്ങളുടെ അമ്മയും ചേട്ടനെ പോലെയാണ്. കല്യാണം വിളിക്കാൻ പോയി പുള്ളി എന്ത് ചെയ്തു, ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ട് അപ്പൊ കൊച്ചു പയ്യന്മാരൊക്കെ താണ്ട കല്യാണം കഴിക്കണം, പാസിക്ക് എന്നെ കണ്ടി 2-3 വയസ്സ് മൂത്തതാണ്, കല്യാണം കഴിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഈ വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ട് വീടെത്തിയപ്പോൾ പുള്ളിക്കാരൻ ഈ വീഡിയോ ചുമ്മാ പോസ്റ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്കാരൻ എൻ്റെ കല്യാണക്കുറി വിത്ത് ഫോൺ നമ്പർ, അഡ്രസ്സ്, ഡേറ്റ് എല്ലാം കൂടെ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ട് അന്ന് രാത്രി തൊട്ട് എനിക്ക് തോന്നുന്നു അന്ന് രാത്രി തന്നെ വൈകിട്ട് ഉച്ചയ്ക്ക് ഇട്ട് രാത്രി അപ്പോൾ 1 മില്യൺ അങ്ങോട്ട് കഴിയും. പിന്നീട് അങ്ങോട്ട് കോളുകൾ പറഞ്ഞു, ചേട്ടാ കല്യാണമല്ലേ? ഞാൻ ആരാണ്? ചേട്ടൻ്റെ ഫാനാണ്, വീഡിയോ കണ്ടായിരുന്നു ഈ പാസിയുടെ വീഡിയോയിൽ. ഞാൻ ഫോൺ നമ്പറൊക്കെ കിട്ടി, ആ വിഷ്ണു പാസിയുടെ ഫോൺ നമ്പർ അടിയിൽ ഫോൺ ഇങ്ങനെ ഓക്കെ ബ്രോ കല്യാണത്തിന് വന്നിട്ടുണ്ടോ? ഞാൻ പറയും വാ. അങ്ങനെ പക്ഷേ രസമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നടക്കുന്ന കുറെ മൊമെന്റ് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാവരും ഒക്കെ എൻജോയ് ചെയ്തു ഞങ്ങളതെല്ലാം ഭയങ്കര ഫണ്ണി ആയിട്ട്. അതെ അതെ. അപ്പൊ ഈ കല്യാണത്തിന്റെ വിശേഷങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളുടെ ചാനൽ, നിങ്ങൾ 3 പേരാണ് ശരിക്കും പറഞ്ഞ ചാനലിന്റെ നട്ടല് എന്ന് പറയുന്നത്. ഒരാൾ കൂടി ഉണ്ട്, നമുക്കറിയാം പൂർണിമ. അവളെ ഒഴിച്ച് നമുക്ക് എന്തായാലും ചാനലിന്റെ ഒരു കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെയാണ് ഇപ്പോൾ ഭാര്യ ഭർത്താവായി, അപ്പൊ പൂർണിമ കൂടെ ഉണ്ട്, നിങ്ങളെ 3 പേരുടെ ഒരു കോംബോ എങ്ങനെയുണ്ടാവും ഇനി? ശരി, ഞങ്ങളെ സംബന്ധിച്ച് വീഡിയോ വൈസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞെന്നോ മാത്രമേ ഉള്ളൂ കല്യാണം എന്ന് പറയുന്നത്. അതായത് അവളെ വീട്ടിൽ നിന്ന് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് ഇവള് 1.5-2 മണിക്കൂർ ലേറ്റായിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറി ഇറങ്ങിയാൽ മതി. ഞങ്ങളെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. പിന്നെ വീഡിയോ പഴയതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ല രീതിയിൽ സെറ്റാക്കണം. കണ്ടന്റ് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. കാരണം കുഞ്ഞു പിള്ളേർക്കും ഫാമിലിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നമ്മൾ യൂത്ത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഏത് കണ്ടന്റും സ്വീകരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ അമ്മമാർക്ക്, കൊച്ചു പിള്ളേർക്കൊക്കെ കാണാൻ പൂർണിമയുടെ ഗിഫ്റ്റ് എന്തായിരുന്നു കല്യാണത്തിന്? പൂർണിമയുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ രാത്രി നോക്കിയപ്പോൾ ഗൂഗിൾ പേയിൽ അവൾ കുറച്ച് പൈസ അയച്ചിട്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു എമൗണ്ട് അയച്ചിട്ടായിരുന്നു. ഞാൻ ചോദിച്ചു നീ എന്തിനാ അയച്ചത്? പിന്നെ കല്യാണത്തിന് ചിലവില്ല ചേട്ടാ, തീരെ പിന്നെ എന്തിനും നിങ്ങൾ അത് വെയ്, ഹണിമൂണൊക്കെ പോകുമ്പോൾ നമുക്ക് എടുക്കാറില്ലേ. ഞാൻ നമ്മക്കാ ചേട്ടാ എന്നെ കൊണ്ടുപോയില്ലേ ഹണിമൂൺ? ഞാൻ നിന്നെ എന്തിനു കൊണ്ടുപോകണം ഹണിമൂണ്? തോന്നുന്നു ചേട്ടാ എന്നെ നിങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ല, അതിനുവേണ്ടി അവള് പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് ഇവളൊരു ദിവസം വിളിച്ചിട്ട് വിളിച്ചിട്ടല്ല എന്തോ എൻ്റെ അടുത്ത് എന്തോ എന്തോ ചെയ്തതാണ് കേട്ടാ. കല്യാണം നിങ്ങൾ എങ്ങനെയായിരിക്കും, അതായത് അവളോട് വീഡിയോ എടുക്കോ, ഇനി ഞങ്ങൾ 2 പേര് മാത്രമാവോ, അവളെ ഇനി അഥവാ ചേട്ടാ എന്നെ വീഡിയോ എടുക്കാതെ നിങ്ങൾ വേറെ ടീം സെറ്റ് ചെയ്താൽ ഞാൻ സെക്രട്ടറിയേറ്റിന്റെ ഫ്രണ്ടിൽ ചെന്നാലും ഒരു ബന്ധമില്ല, സെക്രട്ടറിയേറ്റിന്റെ ഫ്രണ്ടിൽ ചെന്നാലും അത്രേ ഉള്ളൂ. പക്ഷേ ലാംഗ്വേജ് മാറിയ ആളുടെ നമ്മളതുവരെ സംസാരിക്കാൻ തുടങ്ങി, ലാംഗ്വേജിന് ഒരു മാറ്റമില്ല. പക്ഷേ പുള്ളിക്കാരി ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ബ്യൂട്ടീഷ്യനൊക്കെയാണ് പഠിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ എന്തോ
ട്രെയിനിങ്ങിനൊക്കെ പോകണമെന്ന് പറഞ്ഞു. ഇനി അവിടെ ചെന്നിട്ട് എന്തൊരു അസുഖം നിനക്ക് ചോദിച്ചിട്ട് എന്തിനാകുമെന്തോ. ഈ ഒരു കല്യാണത്തിന്റെ കാര്യവും നിങ്ങളുടെ ബഡ്ജറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. നിങ്ങളുടെ കണ്ടന്റ്, അതായത് കണ്ടന്റുകളിൽ നിന്നുള്ളൊരു ഒരു സ്വരുക്കൂട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, അതാണോ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത്? ഏകദേശം അങ്ങനെ തന്നെ പറയാം. എന്ന് വെച്ചാൽ ഇപ്പം ഇവളുടെ ചാനൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ മോണിറ്റൈസ് ആയി, എൻ്റെതുമായി. പക്ഷെ എൻ്റെതുമായി ഞാൻ ഇതുവരെ അതിൽ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അല്ലാതെ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് വെച്ചിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഒരു 1-2 സ്ഥലങ്ങളിൽ നമ്മൾ എല്ലാ മന്തും ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് അങ്ങനെയുണ്ട്. പിന്നെ ഈ കണ്ടന്റുകളുടെ വിമർശനങ്ങൾ അതിപ്പോ നിങ്ങൾ ഫോക്കസ് ചെയ്യാറുണ്ടോ? ഞാൻ നോക്കൂല, ഞാൻ ചിരിക്കും. കണ്ടന്റുകളൊക്കെ വിമർശനേക്കാളും കൂടുതൽ നമ്മുടെ വ്യക്തിപരമായി ബോഡി വൈസ് ആണ്. അതായത് എന്നെ കളിയാക്കുന്ന അത്രയും എനിക്ക് താടിയില്ല എന്നുള്ളത്. ഇപ്പം കല്യാണം കൂടെ കഴിഞ്ഞ് വീടിട്ടാ തകർത്തു തീർത്തു. എന്ന് വെച്ചാൽ മീൻസ് ഒന്നാമത്തെ കേസ് ഞാൻ ഇടയ്ക്ക് ഒരു ബംഗാളി കണ്ടന്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഒഫീഷ്യൽ ബംഗാളിയാണ്, കേരളത്തിലെ ആസ്ഥാന ബംഗാളിയായിട്ട് തന്നെ. പക്ഷെ ഞാനത് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അതായത് നമ്മുടെ കല്യാണ വീഡിയോയുടെ അടിയിൽ വന്ന അത്രയും ബംഗാളിക്ക് പെണ്ണ് കിട്ടിയ ബംഗാളി കല്യാണം കഴിച്ചതാണ് ചോദിക്കണം. ശരിക്കും നമ്മൾ തമാശയാണ്, പക്ഷെ അല്ല, എല്ലാവരും ബംഗാളി. അതായത് ഒരിക്കൽ ഈ ബംഗാളി വീഡിയോ ഹിറ്റായി ഇതിൽ കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബ്രാൻഡിൻ്റെ ഇനാഗ്രേഷന് പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ രാത്രി ട്രെയിനിന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ അന്ന് ഇതേ ലുക്കാണ്. സൈഡിൽ ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരുന്നപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് അരെ ബായ് ചാർജ് വന്നു. ഞാൻ മലയാളം നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി ഹിന്ദിക്കാരനാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇത് കണ്ടു നിൽക്കുകയില്ല പൂർണിമ ഇവളെല്ലാരും കൂടെ. അന്നത്തെ ദിവസം പിന്നെ ഞാൻ മിണ്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കും. ബംഗാളി കണ്ടില്ല ചോട്ടു എന്നാണ് പേര്. ഇടക്കിടക്ക് ചോട്ട് ഏതൊക്കെയോ ചോട്ട് അവിടേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. ഹിന്ദിക്കാരെ സ്റ്റാറ്റസ് ഇട്ടോണ്ടിരിക്കണം. അവർക്ക് എന്ത് മനസ്സിലായിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. ഞങ്ങൾ ഇന്നലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച ഒരു പുള്ളിനെ കണ്ടു. പുള്ളി IT-യിൽ പുള്ളി പണ്ടങ്ങാണ്ട് IT-യിൽ പഠിച്ചൊരു ഹിന്ദിക്കാരനാണ്. അയാളുടെ പേരൊക്കെ എന്തോ അജ്മൽ എന്ന് അങ്ങനത്തെ പേരുള്ള ഒരു ഹിന്ദിക്കാരനാണ്. അയാൾ നല്ല മഴവെള്ളം പോലെ മലയാളം പറയണം, അയാൾക്കും അറിയാം. അതാണെങ്കിൽ വേറൊരു ദിവസം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഹിന്ദിക്കാരന്മാർ എന്നെ നോക്കി ചിരിക്കണം. എന്നിട്ട് ബായേ തും വീഡിയോ മേൻ ദേക്കേ ഹേ ഹോ ഹൈ. എനിക്ക് ഹിന്ദി അറിയൂടാ. ഞാൻ ഇങ്ങനെ ശരി. കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ട് ബംഗാളി ചേട്ടാ ആ വാക്കൊന്ന് പറയണേ, എന്തും എല്ലാം പറയാൻ പറ്റുമോ? ഞാൻ എന്താ മോനെ പറയാം. നിലവിലെ കണ്ടന്റുകളിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? ചോട്ടു ഹിന്ദിക്കാരുടെയും പിന്നെ കിൻഡർ ഗാർഡൻ. ഈ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം സ്ലാങ് അതൊക്കെ വെച്ചിട്ടായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം എപ്പോഴായിരുന്നു? ഞങ്ങൾ ട്രിവാൻഡ്രം സ്ലാങ് മാത്രമായിട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് മടുക്കും എന്നുള്ളതായി. അതായത് ഒരു സാധനം ഈ ആവർത്തന വിരസത എന്ന് പറയില്ലേ, ഒരു സാധനം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് അങ്ങ് മടുക്കും. അതിന് എൻ്റെലി ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം എന്ന് വന്നപ്പോഴാണ് നമ്മൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഫാമിലിക്ക് എന്തായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്ത ട്രിവാൻഡ്രം കണ്ടന്റ് ഫുള്ള് ബെസ്റ്റി, കലിപ്പൻ, കാന്താരി, ലവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇത് കൂടുതലും എന്താ ഫാമിലി ഓഡിയൻസ് കൊച്ചു പിള്ളേർക്കൊക്കെ കൺവേ ആവാൻ ഭയങ്കര പാടാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ അമ്മായിമാരുടെ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങിയത്. അമ്മമാരുടെ കണ്ടന്റ് എനിക്കൊന്നും ബംഗാളികളും കൂടുതൽ ആൾക്കാർക്ക് ഞാൻ അമ്മ ക്യാരക്ടർ ചെയ്യണതാണ്. അത് ഈ എന്താ ഒരു ഡയലോഗ് പറഞ്ഞേ അമ്മ കണ്ടന്റ് പറയാം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് വെച്ചാൽ പാത്രം കഴിയിട്ട് അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു കണ്ടന്റ് സെറ്റാക്കാം. ഞാൻ ഇവളുടെ വീട്ടിനടുത്തുള്ള ഒരു ആൻറ്റി അതായത് നമ്മളെ എല്ലാവരുടെ വീട്ടിൻ്റെ അപ്പുറത്ത് കാണും ഒരു ബന്ധമില്ലാത്തൊരു അമ്മച്ചി, ഒരു കാര്യമില്ലാതെ കയറി ഇടപെടും കാര്യങ്ങളിൽ. അപ്പം ഇവള് പുതിയതായിട്ട് വന്ന മരുമോള്, ഞാൻ തൊട്ടപ്പുറത്തെ അമ്മച്ചി. ഇത് ഞാൻ കണ്ടിട്ട് ചെയ്യാൻ വെച്ചിരുന്ന സാധനമാണ്. മക്കളെ വർഷേ എങ്ങനെയുണ്ടോ മക്കളെ അമ്മായിയമ്മയൊക്കെ? കുഴപ്പമില്ല, പാവോടല്ലേ? താലി കൊള്ളാല്ല. ചെറുക്കൻ എന്തൊരു പണി? ചെറുക്കൻ ബിഗ് എഫ്എമ്മിൽ ആർച്ചയാണ്. തന്നെയല്ലേ? താലി എന്തോ മക്കളെ തീരെ ചെറുതായി പോയാ? അത് ആ ഫാഷൻ എനിക്ക് ചെറുതാണ് ഇഷ്ടം. തന്നെയല്ലേ? വല്ലതും കൊണ്ട് കൊടുത്തിട്ടുണ്ടോ അവക്ക്? ആർക്ക്? നിന്റെ അമ്മായിയമ്മയ്ക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ചാ? സ്വർണ്ണമൊന്നുമില്ല എന്റെ കല്യാണത്തിന്. ഉടുക്കല്ലൊന്നും മൂത്തവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് കിടത്തി ഉറക്കിയിട്ടില്ല അവളെ. അത് കാരണം മക്കളെ പിള്ള നമ്മളെയും കൂടെ ചേർത്തുള്ളതാണ്. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. ആൻറ്റിയുടെ സ്വഭാവം എങ്ങനെ ആൻറ്റിക്ക് അറിയാമോ? എൻ്റെ അമ്മയുടെ സ്വഭാവം. മക്കളെ തനിക്കൂറ ഉള്ള കാര്യം പറയല്ല, തനിക്കൂറയാണ്. നീ നിന്റെ കാര്യം നോക്കി പോണം. അവക്ക് വേല ചെയ്ത് കൊടുക്കുകയൊന്നും ചെയ്യില്ലേ നീ, കേട്ടല്ലേ? നീ നിന്റെ കാര്യം നോക്കിപ്പോ. പിന്നെ തീരെ പിന്നെ എന്തരുത്. അടിപൊളി. അല്ല നിങ്ങൾ സ്പോട്ടില് അങ്ങനെ തന്നെ ചെയ്യാറാണ്? അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇവളിപ്പോ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ സ്പോട്ടിൽ അങ്ങനെ പറയൂല. കറക്റ്റ് അത് മാറ്റമുണ്ട്. അപ്പൊ ഈ സ്പോട്ടിലൊക്കെ ചെയ്ത വർക്കുകൾ ഹിറ്റ് ആയിട്ടുണ്ടോ? അതോ നിങ്ങൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ? നമ്മൾ ഈ ബംഗാളി കണ്ടന്റ് ഒരു സ്പോട്ടിൽ ചെയ്തതാണ്. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എന്ന് വെച്ചാൽ എന്തെടുക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ചുമ്മാ ബംഗാളി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്തു വരുമ്പോഴേ നമ്മൾ തന്നെ ചിരിച്ച് ഇങ്ങനെ മൂഡ് ഭയങ്കരമായിട്ട് എലവേറ്റ് ആവും. ആ എലവേറ്റ് ആവുന്ന സമയത്ത്
ഇഷ്ടം പോലെ ഐഡിയാസ് വരും. പൂർണ്ണിമ ഒരു സൈഡിലെ ഐഡിയാസ് പറയാം, അവൾ ഡയലോഗിലാണ്. ആ സമയത്ത് ചേച്ചി ഇങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞ ഡയലോഗിൽ. ഞാനാണെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരുന്നു. ആദർശാണെങ്കിൽ ഒരു സ്കെലറ്റൻ കൊണ്ടുവരും. ഏതാ ഇതാണ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന സംഭവങ്ങളൊക്കെയാണെന്ന് പറയും. അതിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ആഡ് ഓൺ ചെയ്താണ്, അപ്പോൾ തന്നെ ആഡ് ഓൺ ചെയ്തിട്ടാണ് സാധനം ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ കൂടുതലും എനിക്ക് ഇട്ടിട്ടുള്ളത് ഇവള് വഴിയാണ് ഈ അമ്മ കണ്ടന്റ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഇവളുടെ അമ്മ അങ്ങനെയാണെന്നല്ല, പുള്ളിക്കാരി ഈ പറയുന്നതൊക്കെ കുറച്ച് പഴയ രീതിയിൽ ഭയങ്കര പാവമുണ്ട്. ഇവളമ്മ ഇങ്ങനെയാണ്. ചില പെണ്ണുങ്ങളുണ്ട് വീട്ടിൽ ഡോറൊക്കെ അടച്ചിരിക്കാൻ നേരത്ത് വന്ന് കിട്ടും. അതായത് ഇവളെ വീട്ടിൽ ഞങ്ങൾ ഫോണിലൊക്കെ സംസാരിക്കുമ്പോഴേ ഇവള് ഡോർ അടച്ചിടും. അപ്പം ഇവളമ്മ വന്ന് ഈ തട്ടലാണ് അടിയാണ്, ചുമ്മാ 3 തട്ട് കെട്ടിയാണ്. നീ എന്തിനു വർഷം ഡോർ അടച്ചിരിക്കുന്നത്? എന്തമ്മ പെമ്പിള്ളാര് ഡോർ അടച്ചിരിക്കല്ലേ? ആന്തൂറ്റി പറയാൻ പറ്റില്ലല്ലോ ഞങ്ങളെ ചെയ്തു. അതിനുശേഷം അമ്മ ഡോർ ഒന്നിന് മക്കളെ ഇങ്ങനെ വിളിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ അവര് നല്ല രസമാണ്. കൂടുതൽ ഇവളെ അമ്മയുടെ അടുത്തുനിന്ന് അപ്പുറപ്പുറമുള്ള ആൾക്കാരില്ലേ ഇവരുടെ അടുത്തുനിന്നൊക്കെ കിട്ടും. കുറെ ഒരു ബന്ധമില്ലാത്ത ചില അമ്മായിമാരുണ്ട്. ഇനിയിപ്പം കൂടുതൽ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ കണ്ടന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സിനിമ സീരിയൽ ആ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് യാത്രയൊക്കെ? ഞാനിപ്പോ ഓൾറെഡി എന്റെ 3ാമത്തെ പടം കംപ്ലീറ്റ് ആക്കി. ഞാൻ റീൽസിൽ പറഞ്ഞതിന് മുമ്പേ ആദ്യം ഒരു സിനിമ ചെയ്തു, റെജീന എന്ന് പറഞ്ഞ ഒരു പടം. തമിഴ് ഡൊമിൻ സിൽവ നമ്മുടെ പൈപ്പിൻ ജോളിലെ പ്രണയം സ്റ്റാർ പുള്ളിക്കാരൻ്റെ 3ാമത്തെ പടമായിരുന്നു റെജിന, തമിഴ്. ഒരു പാൻ ഇന്ത്യൻ പടമായിരുന്നു. അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഭിജിത്ത് നൂറാണി എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിൻ്റെ കുരുക്കം എന്ന് പറഞ്ഞ സിനിമ, അതിൽ ഞാനുണ്ട് ഇവളും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ വേറെ ഫ്രണ്ട് നിരഞ്ജന എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ആ ഒരു ടീം ഞങ്ങൾ ഇതണക്ക് ചെയ്തായിരുന്നു. അതിനുശേഷം 3ാമത്തെയാണ് തനിനിറം. അത് ഈ കല്യാണത്തിന് ഒരു 6-7 മാസം മുമ്പായിരുന്നു ഇതിന് കാര്യത്തിന് വേണ്ടി വിളിച്ചത്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിയുമ്പോൾ ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു ദിവസം രാവിലെ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ, അപ്പോഴത്തേക്കും നമ്മൾ സിനിമ എന്നുള്ള സാധനം സോഷ്യൽ മീഡിയ ആയപ്പോഴത്തേക്കും സിനിമ ഇത് കേസായി അങ്ങ് വിട്ടുപോയി. ഒരു ദിവസം രാവിലെ ഒരാൾ ഇങ്ങനെ മെസ്സേജ് തലേന്ന് അയച്ച്, എൻ്റെ പേര് രതീഷ് എന്നാണ്, ഞാനിങ്ങനെ ഒരു പടത്തിന് ഡയറക്ടറാണ്, സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ? അപ്പം നമുക്ക് കുറേ മെസ്സേജ് ഇങ്ങനെ ചുമ്മാ വരും. ഞാൻ പറഞ്ഞാൽ ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്പർ തരും പറയും. രാവിലെ അപ്പം ഞാൻ ഉറക്കം 7-8 മണിയപ്പം എൻ്റെ പേര് രതീഷാണ്, ഞാൻ ഇന്നലെ മെസ്സേജ്. അപ്പോൾ നമുക്കറിയാം ഓരോരുത്തർ ആൾക്കാർ പ്രാങ്ക് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പറയും ഞാൻ എൻ്റെ പടത്തിൻ്റെ ഡയറക്ടറാണ്, മറ്റേ CBIയുടെ ഡയറക്ടറല്ലേ സാമി സാറിൻ്റെയൊക്കെ ഇതാണ്, അസോസിയേറ്റ് ആയിരുന്നു. ഇങ്ങനെയാണ്. അപ്പം റൈറ്റർ കഥ പറയാൻ വിളിക്കും. ഞാൻ പറയും വിളിക്കട്ടെ. പിന്നീട് ആദർശ് എൻ്റെ പേര് കണ്ണൻ എന്നാണ്, ഞാൻ പടത്തിൻ്റെ റൈറ്ററാണ്. കേട്ടിട്ടുണ്ട് പുള്ളി കഥ പറയാൻ തുടങ്ങി. പകുതി ഉറക്കത്തിലാണ് ഞാൻ കേൾക്കണത്. ഞാൻ കേട്ടിട്ട് വന്നപ്പോൾ പുള്ളി സീരിയസ് ആയിട്ട് ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയാം, ഞാൻ പ്രാങ്ക് ആണെന്നാണ് വിചാരിച്ചുള്ളതാണ്. ഇത് സീരിയസ് ആയിട്ട് അനൂപ് മേനോൻ ചെയ്യുന്ന പടമാണ്, അനൂപ് മേനോനാണ് നടൻ. അനൂപ് മേനോൻ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വിളിച്ചു പറയുമ്പോൾ ചുമ്മാ പറ്റിക്കാരെങ്കിലും പറയുന്നത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ നേരിട്ട് കാണാൻ വിളിച്ച് എനിക്ക് പറ്റിയൊരു ക്യാരക്ടർ പറയും. ഞാൻ അനൂപേട്ടനുണ്ട്, പിന്നെ നോബി ചേട്ടൻ, പിഷാരടി ചേട്ടൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ. മെയിനായിട്ട് റോഹൻ എന്ന് പറയുന്ന ഒരാളാണെന്നുള്ളത്. റോഹൻ, പിന്നെ ആദർശ്, ഞങ്ങളുടെ 3 പേരുടെ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന അനഘ. ഞാൻ, റോഹൻ, ആദർശ്, അനഘ, ഞങ്ങൾ 4 പേര് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലോട്ട് പോകണം. ഒരു ഇൻവെസ്റ്റിഗേഷൻ കുഞ്ഞു പടം, അങ്ങനെ ഒരു സിനിമ ചെയ്തു. ഇനിയിപ്പം അടിക്കടി ഇനി വരും ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ വരും മാസങ്ങളിലും വരും വർഷങ്ങളിലൊക്കെ നമുക്കിനി ഫ്രെയിമിൽ കാണാതിരിക്കും അല്ലേ? ഓക്കെ, അപ്പം നമുക്കിനി സമയക്കുറവ് മൂലം ഞാൻ 2-3 പടപടയെന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പെട്ടെന്ന് നമുക്കത് തീർക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആരാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത്? എന്തായിരുന്നു റിയാക്ഷൻ? അത് വലിയൊരു കഥ പെട്ടെന്ന് പറയുന്നത്. അതായത് എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇവിടെ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ആരാണെന്ന് ചോദിച്ചോണ്ട് ഞാൻ പറയുന്നത് ഒരു പെങ്കൊച്ചാണ്, നിനക്കറിയാവുന്ന ആളാണ്. അങ്ങനെ ഏകദേശം 4 മണിക്കൂർ 5 മണിക്കൂറോളം ഈ ചാറ്റ് ഫേസ്ബുക്കിൻ്റെ കാലഘട്ടത്തിൽ 2015 നടക്കുകയാണ്. അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവക്ക് ലാസ്റ്റ് പ്രാന്തിട്ട്, എടാ പ്രാന്ത നീ ആരാണെന്ന് പറയും, ഇനി അവളെ നോക്കിയില്ലെങ്കിൽ ഞാനെങ്കിലും നിന്നെ നോക്കാം. കറക്റ്റ് അവിടെ അടിച്ച് എടി അത് നീയാണ് ആളെന്ന് പറഞ്ഞു. പഴയ ഇതാണ് 2015 കാലത്തെ പ്രണയത്തിന്റെ റൂട്ടാണ്. ആ സമയത്തൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. വീട്ടുകാരുടെ എതിർപ്പ് ആദ്യമൊക്കെ ഭയങ്കര അവർക്ക് അറിയൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അവർക്ക് ഇപ്പോഴും അറിയത്തില്ല. അവര് കാരണം ആദർശിന്റെ അടുത്ത് ഒരു ഇതുമില്ല, മോനെ എന്നൊക്കെ ഭയങ്കര സ്നേഹമാണ്. എപ്പോൾ വീട്ടിൽ ചെന്നാലും ഫുഡ് എടുത്ത് തരും, മോനാണെന്നുള്ള രീതിയിലാണ്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നടക്കത്തൊന്നും ഇല്ല, വർഷം നടത്തി തരത്തൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതായത് ഞങ്ങളെ എൻ്റെ വീട്ടുകാരെ കാട്ടി എതിർപ്പ് നാട്ടുകാരെന്ത് ഈ നാട്ടുകാരുടെ പ്രശ്നമായിരുന്നു. അപ്പൊ നാട്ടുകാരെങ്ങനെ അത് എടുക്കും എന്നൊക്കെ ഉള്ളത്. അല്ലാതെ എൻ്റെ പക്ഷേ എൻ്റെ അടുത്ത് കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊരു വഴക്കായപ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ട്,
വർഷം നീ അവൻ്റെ അടുത്ത് ഇങ്ങനെ വഴക്കൊന്നും കൊണ്ടും പാവമാണ്, ഞാൻ കിട്ടാനെന്ന് വെച്ചാൽ നല്ലൊരു മരുമോനാണ് എന്നൊക്കെ പറയാം. എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്തോ രാവിലെ എന്തരാണോ എന്തോ എൻ്റെ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇത്രയും ഇതായിട്ട് തന്നെ പറയണതല്ല. ഓക്കെ, അടുത്ത ചോദ്യം. വരുമാനം, അതായത് യൂട്യൂബ് വരുമാനം, ആദ്യത്തതും ഏറ്റവും കൂടുതൽ കിട്ടിയത്? ഞാൻ ഇന്നുവരെ യൂട്യൂബിലെ പൈസ എടുത്തിട്ടില്ല. എനിക്ക് സിൽവർ ബട്ടൺ അടിച്ച് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 400 സംതിങ് എത്ര $. ഞാൻ ഇതുവരെ അത് എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് എന്തെങ്കിലും ഒരു നമ്മൾ വെറുതെ ചിലവാക്കി തീർക്കാതെ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ചാരിറ്റി ബേസിൽ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കിന് വേണ്ടി അത് ചെയ്യാം. വർക്കിനായിരിക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യണം, അതായത് വർക്കും രണ്ടും കൂടെ ചെയ്യണമെന്നുണ്ട്. ഇല്ല പകുതി ഷോർട്ട് ഫിലിംസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിം, വെബ് സീരീസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാം. നിങ്ങളെ 3 പേരിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഐഡിയാസ് ഉള്ള ആൾ? 3 രീതിയില്ല. എന്ന് വെച്ചാൽ ഇവളുടെ കയ്യിൽ കുറേ കണ്ടന്റ് ഉണ്ട്. ഇവളുടെ കണ്ടന്റ് കൂടെ ഞങ്ങൾ ഇവളെ എലമെന്റ് കൊണ്ടുവരും, ഇവളും പൂർണ്ണിമയും കൂടെ എടുക്കും. എൻ്റെ കയ്യിൽ കൂടുതലും കണ്ടന്റ് ഞാൻ തന്നെയാണ് ചെയ്യണം. പൂർണ്ണിമയുടെ ഉണ്ടെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ മിക്സ് ചെയ്താണ് അങ്ങോട്ടും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ച് സമയം കിട്ടിയുള്ളൂ. എന്തായാലും അവരുടെ വിലപ്പെട്ട സമയങ്ങളാണ് നമ്മൾ ചോദിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും വളരെയധികം നന്ദി നമ്മോടൊപ്പം ഈ ഒരു കുറഞ്ഞ സമയത്ത് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇനിയുണ്ട് പറയാൻ വേണ്ടിയിട്ട്. ഇനി വരുന്ന സമയങ്ങളിലൊക്കെ കൂടുതൽ സിനിമകളിലും സീരിയലൊക്കെ കിട്ടി നിങ്ങളുടെ കണ്ടന്റ് തന്നെ വൈറലായി കാണാമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. എന്താണ് പ്രേക്ഷകരോടും പറയാനുള്ളത്? ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഇതുവരെ വീഡിയോ സപ്പോർട്ട് ചെയ്തു, വീഡിയോ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഞങ്ങൾ ഒന്നിച്ചൊരു ജീവിതം, പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തന്ന സപ്പോർട്ടിലാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ ഞങ്ങളെ പിടിച്ചിവിടെ ഇരുത്തൂല. അപ്പം നിങ്ങൾ തന്ന ആ ഒരു സ്നേഹം, സപ്പോർട്ട്, ആ ഒരു ഇതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സി ന്യൂസിലെത്തി. അപ്പം ഇനിയും ഇതുപോലെ എന്താ പറയുക, ഇനി സി ന്യൂസ് ഞങ്ങളെ വിളിക്കണം, ഞങ്ങളെ മുഖം ഇങ്ങനെ ഓർമ്മ വന്നെങ്കിൽ നിങ്ങൾ തന്നെ ഞങ്ങളെ വീഡിയോ കാണണം. അതുപോലെ തന്നെ ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതത്തിൽ നിങ്ങളെല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു. വർഷയ്ക്ക് ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാർ വന്നിങ്ങനെ സംസാരിക്കുമ്പോഴത്തേനും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നലെയും ഒരുപാട് ആൾക്കാർ വന്ന് ഈ കല്യാണത്തിന് ബേസ് ചെയ്താണെങ്കിലും ഒരുപാട് സംസാരിച്ചിട്ട് നമുക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് അവർ ഇത്ര ഇഷ്ടമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരുപാട് താങ്ക്സ്. അതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പം ഇവരെ വിശേഷങ്ങളൊന്നും നമുക്കിനി തീരുന്നില്ല. ഇനി വരും എപ്പിസോഡുകളിലൊക്കെ നമുക്ക് ഇവരെ വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇത് അവസാനിപ്പിക്കുന്നു. നന്ദി.